ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ജാനകീ ജീവനസ്മരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, മനോജവം പീതാംബരം തൊട്ട് തുടങ്ങാല്ലേ. അതെന്തോ ഇന്ന് ഹനുമാൻ സ്വാമിയാണ് മുന്നിൽ തന്നെ വന്നത്. അപ്പം അതങ്ങോട്ട് എന്തായാലും നാമ വന്നത് അതല്ലേ, അപ്പം അത് ചൊല്ലിയിട്ട് വീണ്ടും ചൊല്ലാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കബിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീഹരയേ നമ. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വരമംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള ആ കൃപാകടാക്ഷം കൊണ്ട് നമുക്കിതാ ഇന്നും കൂടിയും എത്തി. ഇന്ന് 18ാം ദിവസം നമ്മളിതാ ഭഗവാന്റെ ആ തിരുസന്നിധിയിലിരുന്ന് രാമായണ പാരായണത്തിനായിട്ട് എത്തി. അപ്പോൾ അതിന് ഒരുപാട് പേരുടെ ആ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെയാണ്. അവരുടെ ആ പ്രാർത്ഥനയും അനുഗ്രഹം കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ കണ്ട് മുടക്കൊന്നും വരാണ്ട് ജപിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമസ്കരിക്കാം. അതുപോലെ ഗുരുഭൂതന്മാരായിട്ടുള്ളവരും നമ്മുടെ പിതൃക്കളായിട്ടുള്ളവരും എല്ലാവരുടെയും പാദത്തിൽ. കാരണം നമ്മൾ ഇവിടെ വന്നിരിക്കണേന് അങ്ങനെ ഓരോരുത്തരുടെയും നമ്മുടെ ഒട്ടും കഴിവല്ല, നമ്മുടെ കഴിവ് മാത്രമല്ല, എല്ലാമാണ് നമ്മുടെ അച്ഛനമ്മമാർ ചെയ്ത സുഹൃതം, ഗുരു കാരണവന്മാർ ചെയ്ത അനുഗ്രഹം. ആരെങ്കിലുമൊക്കെ നമുക്ക് ഏതെങ്കിലും നമ്മളുടെ ഒരു പ്രവൃത്തി കണ്ടിട്ട് അവർ പറയും ആ നന്നായി എന്ന് മനസ്സിൽ തോന്നിയാൽ ആ ഒരു സന്തോഷം, ഇതൊക്കെ തന്നെയാണ് നമ്മളേതാ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. ഈ ഭഗവാന്റെ കാരുണ്യം, ഇത്രയും മഹത്തായ ആ കാരുണ്യം കൊണ്ട് നമ്മളെ ഇവിടെ വന്ന് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ടതുപോലെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം, അല്ലേ? നമുക്കൊരു കാര്യം ചെയ്തു തന്നാൽ അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണ്ടേ? അത് സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലമില്ലാണ്ടാവുമല്ലേ? അപ്പം അതുകൊണ്ട് വേണ്ടതുപോലെ ഉൾക്കൊള്ളാനായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഭഗവാനിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതാണ്, ഈശ്വരനിലാണ് നമുക്ക് ശ്രദ്ധ വേണ്ടത്. ആ ശ്രദ്ധയോടുകൂടി ഇരുന്നിട്ട് നമുക്ക് പാരായണം ആരംഭിക്കാം. എല്ലാ ഭാഗങ്ങളും ഏതുവരെയൊക്കെയാണ് എത്തണേന്ന് വെച്ചാൽ അതുവരെയൊക്കെ നമുക്ക് എത്താം. എല്ലാം ആ ഭഗവാന്റെ ആ കൃപാകടാക്ഷം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എത്തണോടത്തോളം എത്തട്ടെ. പിന്നെ ഈ പറഞ്ഞോണം, ഒരു ദിവസമോ 2 ദിവസമോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയാലും ഒരു അപകടമൊന്നും വരാൻ പോകുന്നില്ല. പലരും പറയും ഈ കർക്കിടക മാസത്തിൽ മാത്രം രാമായണം വായിച്ച് സമർപ്പിക്കണം എന്നുണ്ടോയെന്ന്. അങ്ങനെയൊന്നുമില്ല. എപ്പോഴും വായിക്കാവുന്ന ഗ്രന്ഥമാണ് രാമായണം. കാരണം
ഇതിലെ ഓരോ കഥകൾ പറയുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഈ കഥകളല്ല നമ്മളുടെ നേരക്കാണ്. നമ്മൾ അതിൽ ഓരോന്ന് പറയുമ്പോഴും അത് നമ്മളിലേക്ക് തിരിഞ്ഞ് ചിന്തിച്ചാൽ ഇതൊക്കെ നമുക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാലമില്ല, ദേശമില്ല, ഒന്നുമില്ല അല്ലേ. എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ എന്നും വേണ്ടതല്ലേ. ഈ ചിന്താഗതികളൊക്കെ നമുക്ക് എന്നും വേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടതുപോലെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ. കഴിഞ്ഞ ദിവസം നമ്മൾ അങ്കാദികളുടെ ആലോചനയൊക്കെ വായിച്ചിട്ടാണ് നമ്മളിവിടെ സമർപ്പിച്ചത് അല്ലേ. അങ്കാദികളൊക്കെ കൂടിയിട്ട് അങ്ങനെ അവരുടെ ആ സംശയങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം സീതയെ കണ്ടു കിട്ടണില്ല എന്ന് പറഞ്ഞാൽ അവർ വലിയൊരു സമുദ്രത്തിൻ്റെ തീരത്തെത്തിയപ്പോൾ ഇനി സമുദ്രം കടക്കാൻ വഴിയൊന്നുമില്ല, ഇനി സീതയെ കണ്ടു കിട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സമുദ്രത്തിൻ്റെ തീരത്ത് നമുക്കിതാ ഇവിടെ ഇരുന്നിട്ട് ഉപവാസം ചെയ്തിട്ട് ഇതാ വൈകുണ്ഠം പ്രാപിക്കാം, അല്ലാണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ദർഭപ്പുല്ലൊക്കെ വിരിച്ച് അവിടെ കിടക്കുകയാണ്. ദർഭപ്പുല്ലിൽ വിരിച്ച് കിടക്കണമെന്നുള്ള ഭാഗം വരെയാണ് ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി സമ്പാദ്യവാക്യമാണ് പാരായണം ചെയ്യാനുള്ളത്. ഒരു ക്ലാസ് അവിടെ എത്തിച്ചു. ഹരേ രാമ ഹരേ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. അപ്പോൾ മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃദ്ധപ്രവരനും പൃഥ്വീധര പ്രവാരോ തുംഗരൂപനായി ദുഷ്ടാപരക്കെ കിടക്കും കവികളെ ദുഷ്ട്യാ പറഞ്ഞിതു ദുഷ്ടകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതൂതം പ്രീതി പൂണ്ടു ഭക്ഷിക്കാമനൂദിനം. ഘൃദ്രവാക്യം കേട്ടു മർക്കടൗഘം പരിസൃക്തനായ അന്യോന്യമാശു ചൊല്ലിയിടിനാൻ. അദ്രീന്ദ്രതുല്യനായൊരു ധൃതാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതാമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല, നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യഥാമിവനാൽ മരിക്കുന്നു വന്നതു എത്രയും പാപികളാകാതന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ.
ശ്രീരാമ കാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരാഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷാ സമാനമം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ ഭയപ്പെടാകേതുമേ. ഉംബർഗോൻ പൗത്രനും അമ്പോടതു കേട്ടു സമ്പാദി തന്നെ മുമ്പിലമ്മാറു ചെന്നമ്പോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനൻ. സൂര്യാകുലാജാതനായ ദശരഥാനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരാനേത്രനം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മി സമയം ജാനകിയോടും തപസ്സിനായി പൊക്കിതു കാനനം. ദാതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനൻ തൽക്കാലമത്രയും ദുഷ്ടനായുള്ള ദശാമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും പിരിഞ്ഞ ഇക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്ത അക്ഷണാദാചരനോടു ജടായുവം. പക്ഷിപ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജാചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ഭരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യു വരികായിക എന്നനുഗ്രഹിച്ചന്തരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കാകുലോത്ഭവാനാകിയ രാമനും അഗ്നിസാക്ഷ്യകാമം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവം. ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കബീവരന്മാരായ ഓരോ ദിശി. ദക്ഷിണാദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കബീവരൻ. പാതാളം ഉൾപ്പുക്കുപാസരം പോയതും ഏതും അറിഞ്ഞില്ല ഞങ്ങൾ. അതുകൊണ്ടു ദർഭാവിരിച്ചു കിടന്നു മരിപ്പതിൻ. ഇപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദാം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനം ഭ്രാതാവെനിക്കു ജടായു ഞാനൊട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം സംവത്സരം കൂടി ഞാൻ എന്നുടെ വാർത്ത കേട്ടിടിനൻ. എന്നുടെ സോദരനായ ഉദയക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിനുദക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വച്ചിടിനാനാദരാൽ. തൽസേലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനം ഭ്രാതാവിനായിക്കൊണ്ടു സാധനം സ്വസ്ഥാനാദേശത്തിൽ ഇരുത്തിനാൾ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാജലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനായുണ്ടതു നേരെ നമുക്ക് കാണാം. ഹൃദ്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം, ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കൻ ക്ഷണാലേവാമതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതായോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കു വൈദേഹിയെയും കണ്ടു പറഞ്ഞുടനിക്കരെ ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം ഒത്തൊരുമിച്ചു. തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ.
സമ്പാദി തന്നെ പൂർവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗാബലങ്ങൾ പരീക്ഷിപ്പതിന്നതീവേഗം പറന്നു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തം ഉത്പതിച്ചാർത്തരായി വന്നു. ദിനകരശ്മിയാൽ തക്ഷണേ തീയം പിടിച്ചീതനൂജനു പക്ഷാപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനാൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദയത്തോടു വീണാനനൂജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലാന്ദ്ര ശിരസി വാണിയിടിനേൻ. അന്ധനായി 3 ദിനം കിടന്നിടിനാൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായിതു ചിറാകും കരിഞ്ഞങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്തമാനസമായുടന്നങ്ങനെ ചെന്നൻ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിന് പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതീനെന്തു മൂല വിധാരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനാൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചതു സന്നമായി വന്നു. ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടു മുപായമീ നേവനോ ഏവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയ്യാവശനായരുളി ചെയ്തു. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിയുക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളൊരഹംബുദ്ധി കൈക്കൊണ്ടു മോഹാദേഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുത്ഭവം വസ്തുക്കളായുള്ളോന്ന അഹങ്കാരമോർക്ക നീ. ശിക്ഷായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപ്പിണ്ടവത്സത. തേന ദേഹത്തിനും തദാഗമ്യയോഗേന താനൊരു ചേതനാവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും. അഹന്തനൂനമാത്മാവിനുമായ ദേഹോഹമദ്യൈവ കർമ്മകർത്താമഹി ഇത്യഹന്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്നു ജനനമരണവാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു. ഹംസാപദങ്ങൾ മറന്നു ജമായുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതീ താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചിരിക്കും. ഇതോ ഉത്തമാംഗം കൊള്ള വീഴും അതോ ഭുവി പുണ്യമൊടുങ്ങിയാലിന്ദു തന്മണ്ഡലേ ചെന്നുപതിച്ചു. നീഹാരസമേതനായി ഭൂമോപതിച്ചു ശല്യാദികളായി ഭവിച്ച ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരാതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നാൽ അതിലൊന്നു രേജസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തയോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതമാവും. ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുർബുദാകാരമാം പഞ്ചാദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാംസാധകാലേണ പിന്നെയും മെല്ലവേ പേശീരുധീര പരിപ്ലുതമായി വരും. ആശുതമസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു 5 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖാപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും. നാസിക കർണനേത്രങ്ങളും 5 മാസം കൊണ്ട് 6 പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനം കർണയോ ഛിദ്രം ഭവിക്കൂ മതിസ്ഫുടം. പിന്നെ മേടാ പ്രസ്ഥാനാധിവായുക്കളും
സപ്തമേ മാസി ഭവിക്കും പുനാരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരാചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യമായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ സാക്ഷേപമായുള്ള ഭുക്താന്ന രസത്തിനാൽ വർദ്ധതേ ഗർഭായ പിണ്ഡം മുഹുർ മൃത്യുവരാതിരാ കർമാബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ഭഗ്നിപ്രതപ്തനായി സത്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി ഞാൻ 100,000 യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ ബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു നിത്യം കുടുംബ പരണൈകസക്തനായി വിത്തവന്യായമാർജിച്ചിതന്വഹം വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചില്ലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോഴിവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലെ കെൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവൂ ദുഷ്കർമ്മമെന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്യാ ഭഗവസ്തുതി തുടങ്ങിയിടിനാൻ 10 മാസം തികയും വിധോ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ ബലത്തിനാൽ ജീവനും ജാതനം യോനിരന്ത്രേണ വീടാന്യതം ബാല്യമാനോഭിമാതാപിതാക്കന്മാരായി ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവനാ ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഒത്തോളമേതും പറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയ മഹാമോഹ സുസൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തു വർഗോദ്ഭവ നാശവും ദേഹമൂലം സഖേ സ്ഥൂലസൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേ ഇരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹാമഹന്നാത്മജ്ഞാനിയായി വാഴുക നീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബദ്ധം ബുദ്ധം പരബ്രഹ്മ ആനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരൂപമം സത്യമേ തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മാകം ഈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മയാ വിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹാമകലുമെല്ലാവനും പ്രാരബ്ധകർമാവേഗാനുരൂപം ഭുവി പാരമർത്യാത്മന വാഴുക നീ സഖേ ഉപദേശവും പറയാം തവാചറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥാപുത്രനായി നക്തഞ്ചരനെ നിഗ്രഹിച്ചൻപെടും ഭക്താജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോബല ചണ്ഡനായുള്ള ദശാസ്യനം രാവണൻ പുണ്ടരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേറിട്ടിരിക്കുന്ന നേരത്തു വന്നുതൻ ആപത്തിനായി കട്ടുകൊണ്ടുപോമായയാലങ്കയിൽ കൊണ്ടുവച്ചിടുന്ന ചന്ദരെ പങ്കജാലോചനനെ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗാത്മകബീകുലം ദക്ഷിണാവാരിധി തീരദേശേ വരും തത്ര സമാഗമം തന്നോ നിന്നോട് എത്തും ഒരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നുങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കൺമിഞ്ചിറകുകൾ പുത്തനായി അതേ വിചിത്രമേ നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമത മാഹാത്മ്യം
ആരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലഹോ. നല്ലതു മെൽവൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ. നന്നായി പ്രയത്നം ചെയ്യിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകാനാർത്ഥമായി പോകുന്ന രാമഭക്തരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമോരാകുലാമുണ്ടാകയില്ലൊരു സംശയം എന്നു പറഞ്ഞു മറിഞ്ഞിതല്ല അത്യുന്നതനായ സമ്പാദി വിഹായസ. പിന്നെ കവിവരന്മാർക്കതു കുതൂകത്തോടു അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്ര മഹാനക്രചക്രാഭയങ്കരാമഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുവാർ എങ്ങും മറുകരാ കാണുവാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ചാവതീനന്തവാകാശം കവികളെ. ചക്രാതനയ തനൂജനാം അംഗതൻ മർക്കടാനായകന്മാരോടു ചൊല്ലിനൻ. എത്രയും വേഗാബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ച് ഇങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാൻ അതീനാളെ ആളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവ രാമസൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദാനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നു പറഞ്ഞിൽ ഒരുത്തരും. അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമാ ഉച്ചാദ്യമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശായോജന വഴി. ചാടാമിരൂപത എനിക്കെന്നൊരു കവി 30 ചാടാമെനിക്കെന്ന വരനും അപ്പടി 40 മറ്റേവനും 50 60 70 80 ചാടാമെനിക്കെന്നൊരുവനും 90 ചാടുവാൻ ദണ്ഡമില്ലേഖനെന്നർണവ 300 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതില്ലിക്കടൽ മർക്കട വീരരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ജനനായി 3 അടിയായി അളക്കും വിധോ. യൗവനാകാലെ പെരുമ്പറയും കുട്ടി 37 വട്ടം വലത്തു വച്ചിടിനൻ. വാർത്താഗ്യഗ്രസ്തനായൻ ഇതാനും ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്ക് ചെയ്തെൻ്റെ സമാത്രയ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതം എത്രയും. ഇന്ദ്രാത്മജൻ ചൊന്നതു കേട്ടതീനുത്തരം വൃത്രാലിപുത്രനും ചൊല്ലിനാൻ. ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവൻ ദണ്ഡമുണ്ടാകിലാം. സാമർത്ഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർത്ഥ്യമുണ്ടു ഭവാനധീനെങ്കിലും. ഭൃത്യാജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യരീലേഖനുണ്ടാമെന്നതേവരു. ആർക്കുമേ ഇല്ല സാമർത്ഥ്യം അശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂവയം. താരയനേവം പറഞ്ഞോരനന്തരം സാരസാ സംഭവാനന്ദനൻ ചൊല്ലിനൻ. എന്തു ജഗത്പ്രാണനന്ദനാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളയാമോ. കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാതാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലാവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരാനാഥനു. പുത്രനാം അഞ്ജനാ പെറ്റുളവായൊരു സത്വാഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായവനിയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു മാനസേ. ചണ്ടാകിരണാനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനൂടെ വജ്രമേറ്റു പതിച്ചതും
ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർദ്ധമോട് ഉൽപ്പലാസംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിനാൻ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തിലുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആത്മനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാൻ നമ്നാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവെങ്കലേറ്റതു ഏറ്റവും മുറികയാൽ ഈ ചരിത്രങ്ങൾ മറന്നിതു മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ എന്തിനെന്നോർക്ക നീ. ത്വദ്ബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന്നി പ്രപഞ്ചത്തിങ്കല ആർക്കുമാമല്ലടോ. ഇത്തം വിധീസുതൻ ചൊന്ന നേരം വായുപുത്രനു മുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാഥം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു ഒടുക്കി ഞാൻ. ദേവിയെയും കൊണ്ടുപോരുവേനെന്നുമേ അല്ലാകിലോ ദശാകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമാകരത്തിലെടുത്തുടൻ. കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലതുകരത്തിങ്കലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിയിടുവാൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മരുതി വാക്കുകേട്ടോരു വിധി സുധാനാരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ. രാവണനോട് എതിർത്തിടാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ. വിക്രമം കാട്ടുവാൻ നേരമാമല്ലോ പുഷ്കരാമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ. മാരുതാദേവനുമുണ്ടരീകേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലാമാശു പോകുന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഇതം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോടത്തോടിരുന്നതിക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധകാണ്ഡം സമാപ്തം. ജാനകീ ജീവനസ്മരണം. ഞാൻ മഴ കണ്ടുകൊണ്ടാണ് ഞാനിത് മുഴുവനും വായിച്ച ഇടയിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മഴ കാരണം ഇല്ല. അതുകൊണ്ടാണ് ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് പറയാം ഇത് കണക്കാക്കിയത്. ശേഷം അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ദർഭ വിരിച്ച് മരിക്കണ കാര്യമൊക്കെ പറയണ കേട്ടപ്പോൾ സമ്പാദി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വലിയ കഴുകൻ ആ പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിന് ചിറകുകളൊന്നും ഉണ്ടായിരുന്നില്ല, വലിയൊരു സത്വം. അപ്പോൾ പറഞ്ഞു ഭഗവാന്റെ കാരുണ്യമാണത്. ഇങ്ങനെയുള്ള ഈ വാനരന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന് മരിക്കുക എന്നുള്ള ഈശ്വരൻ എനിക്ക് തന്ന അനുഗ്രഹമാണ്. ആദ്യം മരിക്കണവരാദ്യം എനിക്ക് തിന്നാലോ. വിശന്നിട്ട് കുറേ കാലം വിശപ്പ് സഹിച്ച് ഞാനിവിടെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിശപ്പ് മാറാൻ ഓരോ ദിവസത്തേക്കുള്ള ഭക്ഷണം എനിക്ക് കിട്ടുമല്ലോ, എൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പരസ്പരം പറഞ്ഞു ഈ കഴുകൻ നമ്മളെയൊക്കെ പിടിച്ച് തിന്നും, നമുക്ക് വെറുതെ ആയി ഇവ കിടന്ന് മരിക്കാറായി, നമുക്കൊരു കാര്യം ഉണ്ടായിട്ടില്ല. ശ്രീരാമന് വേണ്ടിയിട്ടോ സുഗ്രീവന് വേണ്ടിയിട്ടോ നമുക്കൊന്നും ചെയ്തു കൊടുക്കാനൊന്നും പറ്റിയില്ലല്ലോ. നമ്മളുടെ ജീവിതം ഇങ്ങനെ മരിക്കാറായില്ലേ, കഴുകൻ കൊത്തി തിന്നണ പോലെ ആയില്ലേ. നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു പക്ഷിയായിട്ടെന്താ ആ ജഡായുവിൻ്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. ജഡായു ഈ രാമന് വേണ്ടിയിട്ടല്ലേ തൻ്റെ ജീവത്യാഗം ചെയ്തത്, അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലേ എന്നൊക്കെ പറയും. ഇത് കേട്ടപ്പോൾ ഇവിടെയുള്ള സമ്പാദി എന്നാണ് ഈ കഴുകൻ്റെ പേര്. അപ്പോൾ സമ്പാദി ചോദിക്കും, ആരാണ് ജഡായു എന്ന് പറഞ്ഞത്? നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ഇവിടെ വന്നത്? കാര്യം പറയൂ, എന്നെ പേടിക്കണ്ടെന്ന് പറയും. അപ്പോൾ അവിടെ നിന്നതാ പറഞ്ഞു. അംഗദൻ ചെന്നിട്ട് പറയും, ഞങ്ങളിതാ ആ സൂര്യവംശരാജനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള രാമൻ്റെ നിർദ്ദേശപ്രകാരം വന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള കഥകൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, രാവണൻ സീതയെ കട്ടുകൊണ്ട് പോണ നേരത്ത് ജഡായു കണ്ട് തടഞ്ഞു. അപ്പോൾ ആ രാവണൻ ആ ജഡായുവിൻ്റെ ചിറകൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ സീതാദേവി അനുഗ്രഹിച്ചു, എല്ലാ വിവരവും കണ്ട് പറഞ്ഞിട്ടേ മരിക്കുള്ളൂ എന്നൊക്കെ അനുഗ്രഹിച്ചു
അങ്ങനെ ശ്രീരാമൻ അവിടെ ചെന്ന് ശ്രീരാമനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ജടായു എൻ്റെ ജീവൻ ആ ജന്മം സഫലമായി ആ രാമപാദത്തിൽ ചേർന്നു എന്നുള്ളതൊക്കെ പറയും. അത് പറയുമ്പോൾ അത് ഇദ്ദേഹം പറയും, ഈ സമ്പാദി പറയും, എൻ്റെ സഹോദരനാണ് ജടായു. കുറേ കാലമായി ഞാൻ ഈ ജടായു എന്ന് കേട്ടിട്ട് തന്നെ ഒരു വിവരം അറിയണ്ടായിരുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് ആ സമുദ്രതീരത്ത് കൊണ്ടുവന്ന് ഇരുത്തൂ. നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെ എടുത്തു കൊണ്ടുപോയിട്ട് ആ സമുദ്രതീരത്ത് കൊണ്ടുവന്ന് ഇരുത്തിയാൽ ഞാൻ എൻ്റെ സഹോദരന് വേണ്ട ഉദകക്രിയൊക്കെ ചെയ്യാം. അതിനുശേഷം ഞാനിതാ നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരാം, വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയും. അങ്ങനെ അവിടെ ചെന്ന് ജടായുവിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ച് അവരിവിടെ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ പറഞ്ഞു, എനിക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം, ഞാനൊരു കഴുകനല്ലേ, എൻ്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. എനിക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം, ആ സമുദ്രത്തിൻ്റെ മധ്യത്തിലായിട്ട് 100 യോജന, ഈ സമുദ്രം 100 യോജന കണ്ട് പോയാൽ സമുദ്രത്തിൻ്റെ മധ്യത്തിലായിട്ട് ത്രികൂടപർവ്വതമുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ലങ്കാനഗരം ഉള്ളത്. അവിടെ അശോകവനത്തിലെ രാക്ഷസ സ്ത്രീകളുടെ മധ്യത്തിലായിട്ട് സീതാദേവി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കഴുകനായതുകൊണ്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റും. ആരാണോ ഈ ഒരു കടൽ ഭേദിച്ചിട്ട് അവിടെ ചെല്ലണത് അവർക്ക് സീതയെ കണ്ടുവരാനായിട്ട് സാധിക്കും. 100 യോജനയാണ് ഇതിന് വിസ്താരം എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമ്പാദി പറഞ്ഞു, എൻ്റെ ചിറകില്ലാണ്ടാവാനുള്ള കഥയൊക്കെ പറഞ്ഞു. അതായത് ജടായും സമ്പാദിയും കൂടിയിട്ട് ഒരിക്കൽ ആർക്കാ, നമ്മൾ കുട്ടികളൊക്കെ പറയുന്നത് ആർക്കാ കൂടുതൽ ശക്തി എന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങിയപ്പോൾ വാദിച്ച് ഉയരത്തിലേക്ക് പോയി. അങ്ങനെ പോയി സൂര്യമണ്ഡലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ ജടായുവിൻ്റെ ചിറകുകൾ കരിയുമെന്ന് സമ്പാദിക്ക് തോന്നിയപ്പോൾ സമ്പാദി എന്ത് ചെയ്തു, അതിലും ഉയർന്നിട്ട് ജടായുവിനെ താഴത്തേക്ക് തട്ടിയിട്ടു. അപ്പോൾ ജടായു ഇങ്ങോട്ട് പോന്നു, പക്ഷേ സമ്പാദിയുടെ ചിറകുകളൊക്കെ കരിഞ്ഞു പോയി. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് താഴെ വന്ന് വീണ് ബോധമില്ലാണ്ടായി. ജടായു എവിടേക്കാണ് പോയി എന്നുള്ളത് അറിയില്ല. ബോധം ഉണർന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ എവിടെയാണെന്ന് അറിയാണ്ട് ഇങ്ങനെ നടന്നെത്തിയപ്പോൾ അവിടെ ഒരു താപസനായിട്ടുള്ള ഒരാളുണ്ട്, നിശാകരൻ എന്ന പേരായിട്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ജടായുവിനോട് ചോദിച്ചു, ഈ സമ്പാദിയോട് ചോദിച്ചു, സമ്പാദിയെ നേരത്തെ അറിയാം, നിൻ്റെ ചിറക്, നീ എങ്ങനെ വിരൂപനായത്, നിൻ്റെ ചിറക് അവിടെ പോയി, പക്ഷികൾക്ക് ചിറകില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം, നിൻ്റെ കരുത്ത് അതല്ലേ, ചിറക് പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയും. എന്നിട്ട് പറയും, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് കരയുമ്പോൾ അദ്ദേഹം അവിടെ വച്ചിട്ട് പറയണു, ഈ ശരീരം എൻ്റെ ആണെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖമൊക്കെ വരുന്നത്. ശരീരം കർമ്മഫലമായിട്ടുണ്ടാവുന്നതാണ്. അതിൽ വരുന്ന ഓരോന്നും കർമ്മഫലമായിട്ട് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് അനുഭവിച്ച് തീർക്കുന്നത്. നമുക്ക് അഹങ്കാരം കൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ഓരോന്നൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം കൊണ്ട് പല കർമ്മങ്ങളും ചെയ്യുന്നു. നമ്മൾ ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ നല്ലതായാലും ചീത്തയായാലും ആ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ കുറേ കർമ്മഫലങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പലതരത്തിലുള്ള ശരീരങ്ങൾ എടുക്കേണ്ടി വരും. അത് 84 ലക്ഷം യോനികളിലൂടെ കടന്നു പോയിട്ടാണ് അത്ര ഒരു മനുഷ്യജന്മം കിട്ടുക. കാരണം അത്രയും ആ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് മനുഷ്യൻ വിവേചന ബുദ്ധിയോട് കൂടിയിട്ട് ചിന്തിച്ച് ഈശ്വരനെ പ്രാപിക്കാനുള്ളതാണ് മനുഷ്യജന്മം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ കുറച്ചൊന്ന് സൂചിപ്പിച്ചതാണ്, മനുഷ്യജന്മം കിട്ടിയാന്ന് വെച്ചാൽ മനുഷ്യനാണ് ഇത്ര സുഖകാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സമ്പാദിച്ച് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് മനുഷ്യജന്മം എന്നാണ് ഒരു പ്രഭാഷണത്തിൽ തന്നെ കേട്ടതാണ്. അങ്ങനെയാണ്. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതമൊന്നും വേണ്ട, നാക്കൊന്നും വേണ്ട, ഈശ്വരൻ നമുക്ക് തന്നേക്കുന്നതാണ് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ വേണ്ടതുപോലെ സുഖമായിട്ട് ജീവിക്കുകയാണ് വേണ്ടത് എന്നെല്ലാം പറയും. പലരും പറയാം, പക്ഷേ അതല്ല സത്യം. ഇതൊക്കെ മായയാണ്, ഇതൊന്നുമല്ല. ആ സുഖങ്ങൾ നമുക്ക് നമ്മളെ എങ്ങനെയാണോ നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് സുഖം അനുഭവിക്കേണ്ടവരുണ്ടാവും, ദുഃഖം അനുഭവിക്കേണ്ടതുണ്ടാവും. അപ്പോൾ സുഖങ്ങൾ വന്നു ചേരും. ആ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ നിസ്സാരത ബോധ്യപ്പെടണം. എന്നും ആ സുഖത്തിലിരുന്നിട്ട് കാര്യമില്ല, ഇരിക്കാൻ നമുക്ക് പറ്റില്ല. എന്നും ദുഃഖത്തിലും ഇരിക്കില്ല. സുഖദുഃഖങ്ങൾ നമ്മുടെ കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ച് മാറി വരും.
അപ്പോൾ ഈ സുഖദുഃഖങ്ങൾ വരണത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചതാണ്. അപ്പോൾ ഞാനാണ് ഈ കർമ്മം ചെയ്യണത് എന്നുള്ള ഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോഴാണ് അത് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതൊക്കെ ഈശ്വരഹിതമാണ്, ഈശ്വരൻ നമ്മളെ നമുക്കായിട്ട് തന്നതാണെന്നൊക്കെയുള്ള ആ ഭാവത്തിലാണ് കർമ്മം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ആ മായ മായ കൊണ്ട് ആത്മാവാണ് ഈ ശരീരമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പല വിധത്തിൽ ഓരോരോ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് ആ പുണ്യപാപങ്ങളുടെ ഫലമായിട്ട് എന്ത് ചെയ്യും, സ്വർഗം നരകം എന്നൊക്കെ പറയണ്ടല്ലോ. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ തന്നെയാണ് സ്വർഗ നരകങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കണത്. അതിലൂടെയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് ആ സുഖങ്ങളൊക്കെ സ്വർഗഭാവത്തിൽ അനുഭവിക്കണേനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ദുഃഖങ്ങളൊക്കെ അനുഭവിക്കണേനെയാണ് നരകം എന്ന് പറയുന്നത്. അങ്ങനെ അനുഭവിക്കുകയാണ്. അങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ധനമൊക്കെ മനുഷ്യനായിട്ട് ജന്മം കിട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ധനങ്ങൾ അനുസരിച്ചിട്ട് കുറേ ധനം സമ്പാദിക്കും. ധനം സമ്പാദിച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്ത് വിചാരിക്കും, ധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് കുറേ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാം. യാഗം ദാനമൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ പൈസ കൊണ്ട് പുണ്യങ്ങളൊക്കെ ചെയ്ത് പുണ്യം സമ്പാദിച്ച് സ്വർഗത്തിലിരുന്ന് സുഖിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കണേ. പക്ഷേ എന്താണ്, ധനം സമ്പാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ഇതുണ്ടോ, അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനുഷ്യനൊരു അല്ലേ, ഒരാൾക്കും തൃപ്തി വരില്ല. അത് നമ്മളെ പൊന്താൻമുത്തശ്ശൻ നിസ്സാരമായ വാക്കുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ പറയാം. അങ്ങനെ സമ്പാദിച്ചിരിക്കുന്നതിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഈ ജീവൻ ആ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് അനുഭവിക്കേണ്ട കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ തീരുമ്പോൾ ആ ശരീരം വിട്ടിട്ട് ആ ജീവൻ പോകുമ്പോൾ ആ അങ്ങനെ അപ്പോൾ നമ്മൾ സമ്പാദിച്ച പുണ്യപാപങ്ങളൊക്കെ എന്ത് ചെയ്യും, അതാത് സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അത് അനുഭവിച്ച് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ചന്ദ്രമണ്ഡലത്തിലെത്തിയിട്ട് ആ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് മഞ്ഞുതുള്ളികളോട് കൂടിയിട്ട് മഞ്ഞുകാലത്ത് ആ മഞ്ഞുതുള്ളിയുടെ ഓട് കൂടിയിട്ട് ഭൂമിയിൽ പതിക്കും. ആ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ധാന്യങ്ങളൊക്കെ വിതയ്ക്കുമല്ലോ. ആ ധാന്യത്തിൽ ഈ ജീവൻ വരണ ഗതിയാണ് പറയുന്നത്. ഒരു മഞ്ഞുതുള്ളിലൂടെ വന്നിട്ട് ഭൂമിയിൽ പതിച്ചിട്ട് ധാന്യത്തിൽ വന്നു വരും. ആ ധാന്യം ആ ജീവൻ്റെ ഗതിക്കനുസരിച്ചിട്ട് ഒരു പുരുഷൻ്റെ ഭക്ഷണമായിട്ട് ചെല്ലും. അപ്പോൾ ആരാണ് നമ്മുടെ അച്ഛനായിട്ട് നിയോഗങ്ങളുടെ വെച്ചാൽ ആ പുരുഷൻ്റെ ഭക്ഷണമായിട്ട് ചെല്ലും. ആ ഭക്ഷണങ്ങളിൽ ഒരംശമായിട്ട് പിന്നെ അത് ബീജമായിട്ട് മാറിയിട്ട് സ്ത്രീകളുടെ യോനിയിൽ ഏതാണോ അമ്മയായിട്ട് നമുക്ക് യോഗകളിൽ ആ യോനിയിൽ ചെന്ന് പതിക്കും. എന്നിട്ട് ആ രക്തവുമായിട്ട് കലർന്നിട്ട് മറുപിള്ളയാൽ ആവരണം ചെയ്യപ്പെട്ടിട്ട് ഗർഭപിണ്ഡമായിട്ട് ഭവിക്കുന്നു. എന്നിട്ട് ആ ഗർഭത്തിൻ്റെ ഓരോരോ ദിവസത്തെയുള്ള വളർച്ചകൾ ഇതിൽ പറയുന്നുണ്ട്. 5 രാത്രി കൊണ്ട് ഒരു കുമിളയുടെ ആകൃതിയാവും, പിന്നെ പേശി ഉണ്ടാവും, രക്തം നിറഞ്ഞു വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളെ കൊണ്ട് ഓരോ സമയത്ത് ചലനം ഉണ്ടാവും, 3 മാസം കൊണ്ട് സന്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജീവൻ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ്റെ വളർച്ചയാണ് പറയുന്നത്. 9 മാസത്തിനുള്ളിലാണ് 9 മാസത്തിനുള്ളിലാകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് വളർന്ന് കൈകാലുകളൊക്കെ ചലിച്ചു തുടങ്ങി. അപ്പോൾ 5-ാം മാസത്തിൽ തന്നെ അതിന് ചൈതന്യം ഉണ്ടാവും. അതാണ് 5 മാസം കഴിയുമ്പോഴേക്കും അനങ്ങി തുടങ്ങണത്. അങ്ങനെ ആ സമയം തൊട്ടിട്ട് അമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ അമ്മ കഴിക്കുന്ന ഭക്ഷണമാണ് ഈ കുട്ടി സ്വീകരിക്കുക. അപ്പോൾ ആ കർമ്മഫലം ഉള്ളതിൻ്റെ അനുസരിച്ചിട്ട് ചിലത് മരിക്കുന്നു, ചിലത് മരിക്കാണ്ടിരിക്കുന്നു. കാരണം ഇനിയും വന്ന് അനുഭവിക്കേണ്ടവർ മരിക്കാണ്ട് ആ ജീവൻ അവിടെ സംരക്ഷിച്ചിട്ട് വരികയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ കഴിക്കുന്ന ആഹാരങ്ങൾക്കനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അമ്മ കഴിക്കുന്ന ആഹാരങ്ങളുണ്ടല്ലോ, ആ ആഹാരങ്ങൾ എരിവുള്ളതാവും. അമ്മയ്ക്കപ്പോൾ വായയ്ക്ക് രുചി അനുസരിച്ചിട്ട് എരിവുള്ളതൊക്കെ ആവും, പുളിയുള്ളതൊക്കെ കഴിക്കേണ്ടി വരും. ഈ എരിവുള്ളതും പുളിയുള്ളതൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ ഈ ശരീരത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കൃമികീടങ്ങളുണ്ട് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ. അവർ ഈ കുട്ടിയുടെ ശരീരത്തിനൊക്കെ കടിച്ച് ഇതായിട്ടുണ്ടാവും. അപ്പോൾ ആ ശരീരത്തിനൊക്കെ കൃമി കടിച്ച ആ ഭാഗത്തൊക്കെ ഈ എരിവും പുളിയൊക്കെ ചെല്ലുമ്പോൾ നീറിപ്പെടയും. അപ്പോൾ കുട്ടി ഇങ്ങനെ കിടന്ന് പെടയാണ്. അമ്മ ഭക്ഷണം കഴിച്ച ഉടനെയൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ കിടന്ന് പെടയുമ്പോൾ അനങ്ങണതാണെന്ന് നമ്മൾ സന്തോഷിക്കും. പക്ഷേ പ്രാണവേദന കൊണ്ടാണ് അതതിൻ്റെ ഉള്ളിൽ കിടന്ന് പെടയണത്. അപ്പോൾ അങ്ങനെയുള്ള നരകം അനുഭവിച്ച് കിടക്കുമ്പോൾ
ഈ ജീവൻ ചിന്തിക്കും. എത്രയോ യോനികളിലൂടെ ഇതുപോലെ കർമ്മം ചെയ്തിട്ട് എത്രയെത്ര കർമ്മങ്ങൾ ചെയ്ത് അതൊക്കെ അനുഭവിച്ചു. എത്ര ആൾക്കാരുടെ പുത്രന്മാരായി, എത്ര ആൾക്കാരുടെ ഭാര്യയായി, എത്ര ആൾക്കാരുടെ ബന്ധുക്കളായി, അങ്ങനെ എത്രയധികം സമ്പത്ത് ഉണ്ടാക്കി. എന്നിട്ട് ആ സമ്പത്തൊന്നും കൊണ്ടുപോകാൻ പറ്റാണ്ട് ദുഃഖിച്ചിട്ട് ആ ദുഃഖം കൊണ്ടൊക്കെ വന്ന് പറഞ്ഞതുമൊക്കെ ആ സമയത്ത് ഓർമ്മ വരുത്രേ. സ്വന്തം കുടുംബത്തെ രക്ഷിക്കണം എന്നുള്ള ആസക്തിയോട് കൂടിയിട്ട് എന്തെല്ലാം കർമ്മദോഷങ്ങൾ ചെയ്തു തീർത്തു. ഇതൊക്കെ ആ സമയത്തൊന്നും ഭഗവാനെ സ്മരിക്കാൻ തോന്നിയില്ലല്ലോ, കൃഷ്ണ 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 എന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെടുകയാണ്. ഈ ഗർഭപാത്രം അതിൻ്റെ ഫലമാണ്. ഈ ഗർഭപാത്രത്തിൽ കിടന്നിപ്പോൾ ഞാൻ അനുഭവിക്കുന്ന നരകവേദന. ആരറിയണു ഈ നരകവേദന? അവർക്കൊക്കെ അറിയാൻ പറ്റുമോ? അങ്ങോട്ട് തിരിയാൻ പറ്റുമോ? ഈ ഇട്ടാവട്ടത്തിൽ കിടന്നതൊക്കെ അനുഭവിക്കുക എന്നല്ലാണ്ട് ഒന്നിനും ആരും ഇല്ല ഇതൊന്നും കൂടെ അനുഭവിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള അതിന് പുറത്ത് പോകാൻ ഇനി എപ്പോഴെങ്കിലും ഈ ഗർഭപാത്രത്തിൽ നിന്നൊന്ന് പുറത്തു പോകാൻ എനിക്ക് അവസരം കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു ദുഷ്കർമ്മവും ചെയ്യില്ല, സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഭഗവാൻ സാക്ഷാൽ ശ്രീമൻ നാരായണനെ അല്ലാണ്ട് ആരെയും ഭജിക്കില്ല എന്നെല്ലാം അവിടെ നിന്ന് സത്യം ചെയ്ത് ആ സത്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കും. ഇങ്ങനെ ആ ജീവൻ സ്തുതിക്കുന്ന സമയത്ത് 10 മാസം തികയുമ്പോൾ ആ വിധിവിയോഗത്താൽ ഭൂമിയിൽ പിറക്കും. അങ്ങനെ ആ പ്രസവവായുവിൻ്റെ ബലം കൊണ്ട് യോനിദ്വാരത്തിലൂടെ ആ വേദനയൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ ജീവൻ അത്രയും വേദന ഇത്രയും ചെറിയൊരു ദ്വാരത്തിലൂടെ ആ ശരീരം ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ പ്രാണദണ്ണ ഏറ്റവും കൂടുതൽ അനുഭവിക്കുക കുട്ടിയാണെന്നാണ് പറയണേ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വന്നതോട് കൂടിയിട്ട് ഈ പറഞ്ഞതൊക്കെ ആ രക്ഷപ്പെടണവരെയുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും ഗർഭപാത്രത്തിൽ കുട്ടിയുടെ പോലെയാണ്. നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മളിതുപോലെ ഈശ്വരനെ പ്രാർത്ഥിക്കും, ഈശ്വരനോട് നാമം ജപിക്കും, അത് വേണം ഇത് വേണമൊക്കെ പ്രാർത്ഥിക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുക? ആ പ്രാരാബ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ നമ്മൾ ഓർക്കുക ആരെങ്കിലും ഈശ്വരനെ ഇല്ല. അപ്പോൾ ആ സുഖത്തിൽ ലയിച്ച് പിന്നെ നമ്മൾ മറക്കും. അതുപോലെ ഈ ജീവനും മറന്നു പോവുകയാണ്. അങ്ങനെ മറന്നു പോയിട്ട് ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധത്തിലോടുകൂടി കഴിയണു. അപ്പോൾ പറയുകയാണ് ഇതുപോലെയാണ്. അപ്പോൾ ദേഹാദി വസ്തുക്കളിൽ ഉള്ള ഇതുപോലെയുള്ള ബോധം ഉപേക്ഷിച്ചിട്ട് നീ മോഹമില്ലാണ്ട് ആത്മജ്ഞാനിയായിട്ട് മാറണം. ഈശ്വരൻ മായാതീതനാണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇത് വേണം, ഈശ്വര നാമങ്ങൾ ജപിച്ചിട്ട് ഇരിക്കണം എന്ന് ആ ഭൂമിയിൽ വസിക്കണം എന്ന് ഉപദേശിക്കുന്നു. പറഞ്ഞു നിനക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ത്രേതായുഗത്തിൽ ആ ഭഗവാൻ തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവായിട്ട് വന്നിട്ട് വരുമ്പോൾ ആ മനുഷ്യ വേഷത്തിൽ ലീലകളാടുന്ന നേരത്ത് സീതയെ രാക്ഷസൻ കൊണ്ടുപോകും. അപ്പോൾ വാനരന്മാർ വന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവരോട് നിങ്ങൾ ഈ കഥ പറഞ്ഞാൽ നിനക്ക് ചിറകുകൾ മുളയ്ക്കും, നിനക്ക് അപ്പം മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞപ്പോഴേക്കും ചിറകുകൾ മുളച്ചു വന്നു. പറഞ്ഞു അത്ഭുതം തന്നെയാണ്, ശ്രീരാമ കഥാമൃതത്തിൻ്റെ മഹത്വം ചിന്തിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ രാമനാമാമൃതത്തിന് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല, നാമത്തിന് തുല്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പക്ഷി പറന്നു പോകണം. ഇവിടെ എന്താണ് ഉണ്ടാവണേ? ഓരോന്നും നമുക്ക് എല്ലാ ആയുരാരോഗ്യങ്ങളും എല്ലാം കൂടി തന്നിട്ട് ഈശ്വരൻ ഒരു ജീവനെ ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് മത്സരിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു അപകടം പറ്റുന്നു. ആ അപകടം പറ്റി നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളോട് ഒന്ന് പറയും. ആരെങ്കിലും ഇതുപോലെ ഈശ്വരൻ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് പറയും ഈ ശരീരത്തിനെ പേരിലല്ലേ നീ അഭിമാനിച്ച് ഇപ്പം കണ്ടില്ലേ ചിറകുകളല്ലേ പക്ഷികൾക്ക് ഏറ്റവും ഉള്ളത്, ആ ചിറകുകളില്ലാണ്ടായ പിന്നെ എന്ത് പക്ഷി? അപ്പോൾ അതുപോലെ നമ്മൾ പലതിലും അഹങ്കരിക്കും. അപ്പോൾ പറയും ഈ അഹങ്കാരം കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ജീവൻ്റെ ഗതിയെ നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ട് ഈശ്വരനാമം ജപിച്ചിട്ട് ഇരിക്കൂ, ഈശ്വരനാമം ജപിച്ചിരിക്കൂ, ഈശ്വരനെ പറ്റിയിട്ട് പറയൂ എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അങ്ങനെ ആ ജീവൻ ആ ഭഗവാന്റെ നാമം ജപിച്ച് അതുപോലെ സീതയെ അന്വേഷിച്ച് നടക്കാൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഈശ്വര പ്രേമമാണ് അവിടെ അന്വേഷിക്കുന്നത്, പരമപ്രേമത്തെ. ആ പ്രേമം ഉണ്ടെങ്കിൽ മാത്രമേ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വനരന്മാരൊക്കെ എങ്ങനെയാണ് ആ പ്രേമത്തെ അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ സീതയെ അന്വേഷിച്ച് വരണവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. അതായത് ഈശ്വരനിലേക്കുള്ള വഴി എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. ഈശ്വരൻ്റെ കഥകളെ നാമം ജപിച്ച് ഈശ്വര കഥകളെ പറയുന്നവർക്ക് ജ്ഞാനവൈരാഗ്യങ്ങളായിട്ടുള്ള ചിറകുകൾ മുളച്ചിട്ട് അവർക്ക് മുക്തിപദം ലഭിക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു തത്വമായിട്ട്. വിശദമായിട്ട് പറഞ്ഞിട്ടില്ല, ഞാനത് ചുരുക്കിയാണ് പറഞ്ഞത്. എന്നാലും കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടാവാൻ
അതാണ് ഈ കഥകളുടെയൊക്കെ തത്വം. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ സമ്പാദിയുടെ കഥ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അതെന്താ പറഞ്ഞ് നമ്മൾ അതല്ലേ അങ്ങനെയുള്ള തത്വം നമ്മളാകെ വിഷമിച്ചിരിക്കണം. അപ്പോൾ അവരോട് പറയണു ഇതുപോലെ ഈശ്വരൻ ആ ഈശ്വരനിലേക്ക് വഴിയാണ് ഭക്തി. ആ ഭക്തിക്ക് വേണ്ടിയിട്ട് ഭക്തിയെ തേടി നടക്കുന്ന ജനങ്ങളുണ്ടാവും. അതായത് ഭക്തന്മാരുടെ മുമ്പിൽ ഈശ്വര കഥകൾ പറയുക, നാമം ജപിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുക്തി ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ ആ ജടായു സമ്പാദിക്ക് മുക്തി ലഭിച്ച കഥയും കൂടിയാണ് ഇവിടെ അനുസ്മരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ചോദിച്ചു, ഇനിയിപ്പോൾ ഇത്രയൊക്കെ ശരിയാണ്, എങ്ങനെയാണ് ഈ 100 യോജന കടക്കണ്ടേ, ആർക്ക് പറ്റും എന്ന് ചോദിക്കുമ്പോൾ ആർക്കും പറ്റണില്ല. അപ്പോൾ പറഞ്ഞു 10 യോജന വരെ ചാടാം, 20 യോജന ചാടാം, അങ്ങനെ 90 യോജന ചാടാം, അങ്ങോട്ട് ചാടാം, ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാദിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ജാമ്പുവാൻ പറയണു, ഞാൻ ത്രിവിക്രമ സ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണു ആ വാമനമൂർത്തിയായിട്ട് ആ ത്രിവിക്രമ രൂപത്തിൽ ഉയർന്നുവല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചെറുപ്പമായിരുന്നു. അന്ന് ഞാൻ പെരുമ്പറ അടിച്ചു കൊണ്ടിട്ട് ഒറ്റ കുതിപ്പിന് 21 തവണ ഭൂമിയെ മുഴുവനും വലം വച്ച് വന്ന ആളാണ് ഞാൻ. അത്രയും ശക്തി എനിക്കുണ്ടായിരുന്നു. 10 നിമിഷം കൊണ്ടാണ് 21 തവണ പ്രദക്ഷിണം വെച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ വൃദ്ധനായി, എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു. അപ്പോൾ അങ്കദം പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് ചാടാൻ കഴിയും, ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് എല്ലാവരും നോക്കണ്ടേ. പക്ഷേ ഒരാൾ മാത്രം അവിടെ മിണ്ടാണ്ട് എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ആരാണ്? ഹനുമാൻ സ്വാമി. അപ്പോൾ ഹനുമാനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണത്? ദുഃഖിച്ചിരിക്കേണ്ട സമയമാണോ അത്? കാര്യങ്ങൾ ചെയ്യല്ലേ വേണ്ടേ? എനിക്ക് തോന്നുന്നത് ഇതിന് യോഗ്യനായിട്ട് നീ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നാണ്. അപ്പം നമ്മളേതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ തളർന്നിരിക്കുമ്പോൾ ഇതുപോലെ ഉപദേശിക്കുന്നവരാകണം നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. അതാണ് ഇതുപോലെയുള്ള ഉപദേശമാണ് കേൾക്കേണ്ടത്. നമ്മൾ തളർന്നിരിക്കുമ്പോൾ സാരമില്ല, നിന്നെക്കൊണ്ടത് പറ്റില്ല, വെറുതെ എടുത്ത് ചാടിയിട്ട് പുലിവാലുണ്ടാക്കണ്ട. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നല്ലതും പറയും ചീത്തയും പറയാൻ ആൾക്കാരുടെ പറയും. വെറുതെ ഇറങ്ങി പുറപ്പെടണ്ടാട്ടോ, ഇറങ്ങി പുറപ്പെട്ടിട്ട് കാര്യമില്ല, അത് അങ്ങനെ വരിങ്ങനെ ഇതിനെന്തൊക്കെ ദോഷവശങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്തുന്നവരല്ല, നമ്മുടെ കഴിവിനെ പറഞ്ഞ് അതിനെ ഉയർത്തുന്നവരാണ് യഥാർത്ഥമായിട്ട് അവരോടാണ് സംഘം ചെയ്യേണ്ടതെന്ന് പറയണം. ഇവിടെ ഓരോ ഗുണങ്ങളെയും എടുത്ത് പറയണം. അപ്പോൾ പറയണു, ഗർഭപാത്രത്തിൽ നിന്ന് നീ ആരാ? വായുവിൻ്റെ പുത്രനല്ലേ, വായുവിൻ്റെ സഹായം നിനക്കുണ്ടാവും. പിന്നെ നീ ശിവൻ്റെ അംശമായിട്ടാണ് അവതരിച്ചേക്കണേ. അപ്പോൾ മഹാദേവൻ ശക്തി പ്രഭാവമല്ലേ നിനക്ക് എന്തായാലും വിജയം ഉണ്ടാവും. നീ ജനിച്ച ഉടനെ തന്നെ 500 യോജന ആകാശത്തേക്ക് ചാടിയുണ്ട്. ആ ജനിച്ച അമ്മയുടെ മടിയിൽ കിടക്കുന്ന സമയത്ത് ആകാശത്ത് നോക്കിയപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചുയരണ കണ്ടപ്പോൾ എന്തോ ഒരു പഴം മരത്തുമ്മ ഉണ്ടായി നിൽക്കാൻ വെച്ചിട്ട് അത് തിന്നാൻ വേണ്ടിയിട്ട് 500 യോജന ചാടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന ചന്ദ്രനിൽ സൂര്യഭഗവാൻ സൂര്യൻ ഉദിച്ചുയർന്ന് കണ്ടിട്ട് 500 യോജന ചാടിയിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ്റെ താപമേറ്റിട്ട് അപകടം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇന്ദ്രൻ വാളുകൊണ്ട് ഇങ്ങനെ തട്ടിപ്പോൾ ഈ താടിയമ കൊണ്ടിട്ട് താഴെ ബോധം കെട്ട് താഴെ വീണു. അപ്പോൾ ആ സമയത്ത് വായുഭഗവാൻ കൊണ്ടുപോയി പാതാളത്തിൽ പോയി ഇരുന്നു. അപ്പോൾ എല്ലാ ദേവന്മാരും കൂടി വന്ന് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഇനി ഈ പ്രളയാന്ത്യം വരെ ഒരിക്കലും മരണം ഉണ്ടാവില്ല, ചിരഞ്ജീവിയായിട്ട് ഇരിക്കട്ടെ എന്നെല്ലാം അനുഗ്രഹിച്ചു. ആ താടിയിൽ വജ്രമേറ്റ് മുറിവ് പറ്റിയോണ്ടാണ് ഹനുമാൻ എന്നുള്ള പേര് വന്നത്. ഇതൊക്കെ നീ മറന്നുപോയോ? പ്രളയം സംഭവിക്കുമ്പോൾ പോലും മരണം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഥയൊക്കെ മറന്നുപോയോ? പിന്നെ അതൊക്കെ പോട്ടെ, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീരാമചന്ദ്രപ്രഭു ആരുടെ കയ്യിലാണ് മോതിരം തന്നെ? നിൻ്റെ കയ്യിലല്ലേ തന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭുവിനെ അറിയാം, നിനക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്ന്. അപ്പോൾ നോക്കൂ, ഹനുമാൻ സ്വാമി അതുവരെ തൻ്റെ മഹത്വത്തിനെ ഉയർത്തി പറഞ്ഞപ്പോഴൊന്നും മിണ്ടിയില്ല. അവസാനം പറഞ്ഞു, ശ്രീരാമൻ ആ അങ്കുലിയൻ തന്നത് ആരുടെ കയ്യിലാണ്? നിൻ്റെ കയ്യിലല്ലേ. അപ്പോൾ ശ്രീരാമനിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമനെയാണ് വിശ്വാസം അവനേക്കാളും. അപ്പോൾ ആ വീര്യം ബലമൊക്കെ നിനക്കുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് നിന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് പറഞ്ഞാൽ അത് പറ്റും. അല്ലാണ്ട് നമ്മുടെ സാമർഥ്യം വീര്യം എത്ര ഉണ്ടായാലും പറ്റിയ ആ ഒരു വാക്ക് കേട്ടപ്പോഴാണ് അങ്ങനെ ജാമ്പുവാൻ പറഞ്ഞപ്പോൾ അത് ചാടി എഴുന്നേറ്റിട്ട് ആ പ്രപഞ്ചമാകെ കുലുങ്ങുന്ന വിധം ഉറക്കെ
സിംഹനാഥം മുഴക്കിയിട്ട് അതാ ആ ത്രിവിക്രമരൂപത്തിൽ പണ്ട് ആ വാമനമൂർത്തി ഉയർന്നതുപോലെ അങ്ങോട്ട് ഉയർന്ന് വലിയ പർവ്വത ശരീരത്തിനായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു, ഈ സമുദ്രം ഞാൻ താണ്ടിയിട്ട് ക്ഷണനേരം കൊണ്ട് ലങ്കാപുരിയൊക്കെ ഭസ്മാക്കിയിട്ട് രാവണൻ്റെ വംശച്ഛേദമൊക്കെ വരുത്തിയിട്ട് വരും, അല്ലെങ്കിൽ രാവണനെ പിടിച്ചു കെട്ടി ലങ്കയോടുകൂടി കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞു. കാരണം അതിന് കഴിയുമെന്ന് ഉറപ്പുണ്ട്. രാമൻ്റെ അനുഗ്രഹമുണ്ട്, രാമൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് അങ്ങനെ കഴിയും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അവിടെ അഹങ്കാരം കൊണ്ടല്ല പറഞ്ഞത്, ആ രാമനിലുള്ള ഉറപ്പ് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് പോയി ദേവിയെ കണ്ട് തിരിച്ചു വരൂ, രാവണനോട് എതിരുന്നതൊക്കെ പിന്നെയാവാം, രാമൻ്റെ കൂടെ പോയി കഴിഞ്ഞിട്ട് ആ യുദ്ധസമയത്ത് നമുക്ക് പരാക്രമമൊക്കെ കാട്ടാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വിഘ്നമൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ആ സമുദ്ര ലംഘനം ത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയാണ് ഇന്ന് പാരായണത്തിന് തുടക്കം തന്നെ ഇരുന്ന് വായിക്കാനായിട്ട് തുടങ്ങിയ ഉടനെ തന്നെ ശരിക്കും പീതാംബരം കരവിരാജിത ശംഖചക്രം കൊണ്ട് തുടങ്ങുക. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭാവത്തിൽ എൻ്റെ മനസ്സിൽ ഗുരുനാഥനായിട്ട് ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ ഗുരുനാഥനായിട്ട് വന്ദിച്ചിട്ടാണ് പിന്നെ ഗണപതി തൊട്ടിട്ടാണ് തുടങ്ങാറ്. ഇന്ന് തുറന്നു വെച്ചിട്ട് എൻ്റെ മനോജവം മാരുത തുല്യവേഗം എന്നാണ് പറഞ്ഞപ്പോൾ അത് ഹനുമാൻ സ്വാമിയുടെ ഈ ഭാഗം കൂടിയായിപ്പോൾ അത് ഹനുമാൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ ഗുരുവായൂരപ്പ. നമ്മളെന്താ സംസാര സാഗരം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഹനുമാൻ സ്വാമി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഒരു മഹത്തായിട്ടുള്ള ഇനി ആ സുന്ദരകാന്ഡാണ്, അത് കുറച്ച് ഭാഗം കൂടി വായിച്ചിട്ട് നമുക്ക് ഇവിടെ സമർപ്പിക്കാം. അത് വായിക്കാനും കുറച്ച് പ്രയാസമാണ്, സുന്ദരകാന്ഡം വായിക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ ആ ഒരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സുഖം, മനസ്സിന് സന്തോഷവും, ആ പാരായണം ചെയ്യാൻ ഏറ്റവും സുഖം ഇതാണ്. അത് നന്നായി നമ്മൾ വായിച്ച് ആയിക്കഴിഞ്ഞാൽ പഞ്ചസാര പായസം കുടിക്കാൻ അത്രയ്ക്ക് സുഖമാണ് എന്നാണ് പറയുക. അത് ഈ ഭാഗവതത്തിൽ പറയും, പഞ്ചമസ്കന്ധമുണ്ട് ഭാഗവതത്തിൽ, അതിങ്ങനെ ഗദ്യം പോലെ എഴുതിയൊക്കെ ഉണ്ടാവുക, പദ്യം പോലെയല്ല. അത് നല്ല പ്രയാസമാണ് പഠിക്കാൻ. അപ്പോൾ പറയുന്നത് ആ പഞ്ചസാര പായസം പോലെ ആവണമെന്ന്, എന്നാലേ ഭാഗവതം വായിക്കാൻ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഒരു തെറ്റ് പോലും ഇല്ലാണ്ട് പഞ്ചമം വായിക്കാൻ പറ്റണം എന്നൊക്കെ മഹാത്മാക്കൾ പറയും. അതുപോലെയാണ് സുന്ദരകാന്ഡം. എല്ലാ ദിവസവും ഈ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും മനസ്സിന് ആനന്ദം നൽകുന്നതാണ് സുന്ദരകാന്ഡം എന്ന് പറയുന്നത്. അതിലെ ഏതെങ്കിലും ഭാഗങ്ങളെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനം ഇല്ലാണ്ടാക്കുക, ദുഃഖം ദുരിതങ്ങളൊക്കെ വരുമ്പോൾ സുന്ദരകാന്ഡം എടുത്ത് വായിച്ചാൽ മതി, മനസ്സിന് പെട്ടെന്ന് ശാന്തി ഉണ്ടാവും എന്ന് പറയണു. മഹാത്മാക്കൾ അനുസരിച്ച് കേൾക്കണം, നമുക്ക് പാരായണം ചെയ്യാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഇതുവരെ പാരായണം ചെയ്ത രീതിയല്ല ഇതിൽ വരണത്. ഇവിടെ വായിക്കുന്നവർക്കൊക്കെ അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നല്ലോ. സകല ശുഭകുല വിമല തിലകിത കളേപരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവര. കിളിമകളോട് അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയും അഴകിനോട് തൊഴുതു ചൊല്ലിയിടിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖിരി സുതയോട് ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ലവണ ജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃഢ ചരണ നളിനയുഗം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കബീവരുടെ അമിതബല സഹിത മുര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശ അഹം ഇതി ചപലാംബരേ മാനേന പോകുന്നിതാശരാശാലയേ. അജിതതനയ ശരസമാ അധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനോട് വിരവോടറിയിപ്പിൻ അദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ
ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായേതുമേ ഇതി പവനസുതനുര ചെയ്തുവാലും നിജാമേറ്റം ഏറ്റാമുയർത്തി പരത്തിക്കരങ്ങളും മതിവിപുലതല ആജവാമാക്കി നിന്ന കുഞ്ചിതാംഗ്രിയായുധാനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിയിടിനൻ പതകാപതിരിവ പവനസുതനത വിഹായ സ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ അമരസമുദയ മനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്ന പരീക്ഷണാർത്ഥം മുത സുരസയോട് പവനസുതന സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും ത്വരിത അനിലജാമതിബലങ്ങളറിഞ്ഞതീ സൂക്ഷ്മാദൃശം വരീകെന്നു കേട്ടവൾ ഗഗനപതി പവനസുത ജഗവതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധവുമേവിനാൽ കഠിനതരമലറിയവളടു അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കബീവര ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിത ശനമിതു ന്യൂനമദ്യാത്വയ വീരാവിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ മമ വദന കുഹരമതിൽ വിരവിനോട് പൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായി കെടോ സരസമിതി അനുസരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനൻ അഖില ജഗദധിപന് അമരഗുരുശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു അവളെ നിശചരപുരിയിൽ വിരവിനോട് ചെന്ന് കണ്ടദ്യവാശോവാ വരുന്നതുമുണ്ടു ഞാൻ ജനക നരപതി ഹൃദയ ചരിതമഖിലം ദുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വതന കുഹരമതിലപകതമഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടു വന്നു പൊക്കിയിടുവൻ അനൃതമകതളിരിലൊരു പൊഴുതും അറിവീലഹ ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ തതനു കപികുലവരനോട് അവളും ഉര ചെയ്തിതു ദാഹവും ക്ഷുത്വം പൊറുക്കരുതേതുമേ മനസ്സി തവാസുദൃഢമിതി യതീതപതി സാദരം വാ പിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലൊരു യോജനായാമമായി ആശുക നന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികതരം വദനാവിരവിനുടനാകുലം അത്ഭുതമായഞ്ചു യോജന വിസ്തൃതം പവനതനയനുമതിനു ദടുതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജ മനസി ഗുരുകുതുകമടു സുരസയും സദാ നിന്നാളി രൂപതു യോജന വായുമായി മുഖാകുഹരമതി വിപുലമതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ അലാമലാമിതിൽ അമലന അരുതു ജയമാർക്കോമെന്നമ്പതു യോജന വാപിളർന്നിടിനാൾ അത് പൊഴുതു പവനസുതനധികശ ശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പുക്കരുളിനാൻ തതനു ലഘുതരമവനും ലഘുതരം അവനും ഒരുതര തപോവലാൽ തത്രാപുറത്തു പുറപ്പെട്ടു ചൊല്ലിനൻ ശൃണു സുമുഖി സുരസുഖാപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിഹ ചരണ സരസിജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ പ്ലവക പരിവടവചന നിശമനദശാന്തരേ പത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരികതവാ ജയമതി സുഖേന പോയിച്ചെന്നു വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുത രഘുപതിയോടഖിലമറിയിക്കതൽക്കോപേന രക്ഷോഗണത്തെയുമൊക്കെ ഒടുക്കണം അറിവതിന് തവ ബല വിവേകവേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം
നിശചരിതമഖിലം അവളോട് അറിയിച്ചു പോയി. നിർജ്ജരാലോകം ഗമിച്ചാൽ സുരസയും പവനസുതനഥാ ഗഗനപരിധി ഗരുഡതുല്യനായി പഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും ജലവരനോട് ചൊല്ലിയിടിനം ചെന്നു നീ സൽക്കരിക്കണം കവീന്ദ്രനെ. സകര നരപതി തനയരെന്നെ വളർക്കയൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തഥാ അഭിജന ഭവനധിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ. ഇടയിലൊരു പതനം അവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. മണികനകമയ അമലനായ മൈനാകവും മനുഷ്യാവേഷം ധരിച്ചു ചൊല്ലിയിടിനാൾ. ഹിമശിഖിരിതനയനഹവാധിക കവിവീര നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ സലിലാനിധി. സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തു പൊയ്ക്കൊൾകടോ. അമൃത സമജലവും അതിമധുരമധുപൂരവും അർക്കപക്വങ്ങളും ഭക്ഷിച്ചു കൊൽക നീ. അലമലമരുതരുതു രാമകാര്യാർത്ഥമായ ആശു പോകും വിധൗ പാർക്കരുതേതുമേ. പെരുവഴിയിൽ ശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നും ഭാവിക്കയെന്നുള്ളതും അനുചിതമറികരുകുലാതിലക കാര്യമൻപോട് സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവിനോട് ഞാൻ പോകുന്നു ബന്ധു സത്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനോ ഇവ ഉര ചെയ്തു തൻകരങ്ങളാൽ പർവ്വതാധീശ്വരനെത്തലോടിനൻ. പുനരവനു മനില സമമുഴറി നടകൊണ്ടിതു പുണ്യാജനേന്ദ്രാപുരം പ്രതീശ സംഭ്രമാൽ. തതനു ജലനിധിയിലധിക ഗഭീരശാലയെ സന്തതം വാണരും ഛായാഗ്രഹേണിയും സരിതധിപനു പരിചൊടു പോകുന്നവൻ തന്നിഴല്ലാശു പിടിച്ചു നിർത്തിയിടിനൻ. അത് പൊഴുതു മമഗതി മുടക്കിയതാരൻ നന്ദരാവാത്തു കീഴ്പോട്ടു നോക്കിയിടിനൻ. അതിവിപുലാതര ഭയങ്കരാംഗിയെ കണ്ടളവംഗ്രീപാതേന കൊന്നിടിനൻ തക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവിനോട് പോയിടുവാൻ ദക്ഷിണാദിക്കു നോക്കി കൊതിച്ചിടിനൻ. ചരമാഗിരി ചിരസിരവിയും പ്രവേശിച്ചു ചാരുലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും. ദശവദന നഗരമിതി വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം ബഹുലഫലകുസുമ ദലയുധ ഇടപി സംകുലം വല്ലീകുലാഗതം പക്ഷീമൃഗന്യുതം മണികനകമയ അമരപുര സദൃശംബുധി മധ്യേ ത്രികൂടോ ജലവരി പാരുതി. കമലമകൾ ചരിതമറിവതിന്നൻപോടു കണ്ടിതൂലങ്കാ നഗരം നിരൂപമം. കനക വിരചിതമതിൽ കിടങ്ങും പലേതരം കണ്ടു കടപ്പൻ പണിയെന്നു മാനസേ. പരവശതയൊടു ദടതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനൻ. നിശീതമസി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനാദേശേ കടപ്പനെന്നോർത്തവൻ. നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജ്ജരാവൈരി പുരംഗമിച്ചിടിനൻ. പ്രകൃതി ചപലമജലം മഹത്പ്രാകാരവും മുറിച്ചാകാരവും മറിച്ച് അവനി മകൾ അടിമലരു മകതളിരിലോർത്തുകൊണ്ടഞ്ജന നന്ദനഞ്ജസ നിർഭയം. ഉടൽ കടുകിനോട് സമമെടുത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ. കഠിനതരമലറിയൊരു നിശചരിവേഷമായി കാണായിതാശു ലങ്കാശ്രീയയും ദദാ. ഇവിടെ വരുവതിനു പറകന്ത് മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലൂ നിൻവാഞ്ചിതം.
നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇതി പരുഷവചനമുടണഞ്ഞു താടിച്ചതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജാവരസ സജീവമാ വാമമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കപിവരനോടും അവളും എഴുന്നേറ്റു ചൊല്ലിനൻ കണ്ടേനടോ തവ ബഹൂബലം സഖേ വിധിമിഹിതമിതു മമ പുനരൈവ ദാതാവു തൻ വീര പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗത് അധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദല നയനൻ അവനിൽ അവതരിക്കുമുൾക്കാരുണ്യമോടഷ്ടവിംശതി പര്യയേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാപ്തമായി ജനകന് നിർഭരനു മകളായി നിജമായയും ജാതയാം ഭക്തിമുഖ വിനാശത്തിനായി സരസിരുഹ നയന നടവീലത തപസ്സിനായി സപ്രാത് ഭാര്യനായി വാഴും ദശാന്തരേ ദശവന്ദന് അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണാവാരുതി പൊക്കിയിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജനുമ സാജീവ്യവും സംഭവിക്കും പുനഃ സുഗ്രീവശാസനാൽ സകല ദിശി കപികൾ തിരവൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവന്തികെ കലഹം അവനോട് തടുതി തുടരണമളവത്രയും കാതരായി വരും നീയെന്നു നിർണയം രണനിപുണനോട് ഭവതി താടനവും കൊണ്ടു രാമനൂതന്നു നൽകേണ മനുജ്ഞയും ഒരു കവിയോടൊരു ദിവസം അടി ദടതി വാങ്ങിക്കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുക എന്നു വിരിഞ്ചനും കരുണയോടു കപടമായി നിയോഗിക്കാൽ കാത്തിരുന്നേനി വീടെ പല കാലവും രഘുപതിയോടിനീ ഒരിടയൊഴികെ നടകൊൽകാലങ്കയും നിന്നാൽ ജിതനായി തിന്നതോ നിശചരകുലപതിക്കു മരണവും നിശ്ചയാമേറ്റാമടുത്തു ചമഞ്ഞിതു ഭഗവത് അനുചര ഭവതു ഭാഗ്യം ഭവാനി നീ ഭാരാത് ചെന്നു കണ്ടിടുക ദേവിയെ കുലരിപുദശമുഖാന്തരപുരവരെ ദിവ്യലീലാവനേ പാദപാംസുകുലേ നവകുസുമാബലസഹിത വിടബിയുത ശിംശിവ നാമവൃക്ഷത്തിഞ്ചുവട്ടിയിലതീശു ച നിശചരികൾ നടുവിൽ അഴലോടും അരുവീടുന്നെടോ നിർമ്മലാഗാത്രിയം ജാനകീ സന്തതം ത്വരിതമിവൾ ശരീരമുടനവനോടറിയിക്ക പോയം പുതിയും കടന്നം പരന്തേ ഭവൻ അഖില ജഗദധിപതി രഘുത്തമൻ പാതുമാം അസ്തുതേ സ്വസ്തിരത്യുത്തമോത്തം സമേ ലഘുമധുര വചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മംഗയും ജാനകി ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്ക്. ഇനി സുന്ദരകാന്ഡം നമ്മൾ തുടങ്ങി വെച്ചു. അപ്പോൾ ഹനുമാനോട് ഹനുമാൻ ജാമ്പവാൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ആ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ആ സമുദ്രം ലംഘനം ചെയ്യുന്ന സമയത്ത് ദേവന്മാർക്ക് പിന്നെയും സംശയമാണ് ഹനുമാൻ ഇതിനെക്കൊണ്ട് സാധിക്കുമോയെന്ന്. അപ്പോൾ ഹനുമാൻ്റെ ശക്തി അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് സുരസയെ പറഞ്ഞയച്ചു. അങ്ങനെ സുരസ വന്നിട്ട് അതാ പറഞ്ഞു, ഞാനിവിടെ ഒരു നിശാചരിയാണ്, ഇതിലെ പോണ ആൾക്കാരെയൊക്കെ പിടിച്ച് തിന്നെയാണ് എൻ്റെ അങ്ങനെയാണ് ഞാൻ ജീവിക്കണത്, എനിക്ക് നല്ല വിശപ്പുണ്ട്, എൻ്റെ വായ്ക്കുള്ളിൽ വന്നിട്ട് എൻ്റെ വിശപ്പ് മാറ്റുമെന്ന് പറയും. അപ്പോൾ പറയും, ഞാനിത് രാമകാര്യാർത്ഥാണ് പോണത്, സീതയെ കണ്ടു വന്നിട്ട് രാമനോട് വിവരമൊക്കെ അറിയിച്ചതിന് ശേഷം ഞാനിതാ വന്നിട്ട് അമ്മയുടെ വിശപ്പ് തീർക്കാം, അത് വരാമ്പോൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ വായ തുറന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ വലിയ രൂപം എടുത്തിട്ട് നിന്നു. അപ്പോൾ ആ വലിയ രൂപം എടുത്തപ്പോൾ അതിലും 5 യോജന വിസ്താരത്തിൽ വായ പൊളിച്ചു. അപ്പോൾ പിന്നെയും 10 യോജന വലുപ്പത്തിൽ നിന്നു. അങ്ങനെ 50 യോജന വരെ വായ പിളർന്നപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു, ഒരു കുഞ്ഞു ശരീരം എടുത്തിട്ട് അമ്മയുടെ വയറ്റിൽ കൂടെ പോയിട്ട് ഭഗവാനെ സ്മരിച്ചു കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മേ എന്നെ അനുഗ്രഹിക്കണം,
അമ്മയുടെ പാദകമലങ്ങളാണ് എനിക്ക് ശരണം, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പറഞ്ഞു, നിനക്ക് ജയം ഉണ്ടാവട്ടെ, നീ സുഖമായിട്ട് വരൂ, ദേവന്മാർ പറഞ്ഞയച്ചിട്ട് ഞാൻ പരീക്ഷിക്കാനായിട്ട് വന്നതാണ്, നിനക്ക് നല്ലത് വരുന്നു എന്നെ അനുഗ്രഹിച്ചു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പർവ്വതം പറഞ്ഞു, വാനരേശ്വരനെ സൽക്കരിക്കണം, സഗര മഹാരാജാവിൻ്റെ പുത്രന്മാർ വളർത്തിക്കൊണ്ടാണ് എനിക്ക് സഗരൻ എന്ന് പേര് കിട്ടിയത്. സഗരൻ്റെ വംശത്തിൽ പിറന്ന ആളാണ് രാമചന്ദ്രൻ, രാമകാര്യാർത്ഥമായിട്ടാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മൈനാകം പർവ്വതം വന്നിട്ട് പറഞ്ഞു, ഞാൻ ഹിമവാൻ്റെ പുത്രനായിട്ടുള്ള മൈനാകാണ്, എൻ്റെ പുറത്തിരുന്നിട്ട് തളർച്ച തീർത്തോളൂ, ഇവിടെ ദാഹം ഉണ്ടെങ്കിൽ ധാരാളം വെള്ളവും മധുരമായിട്ടുള്ള തേനും പഴുത്ത പഴങ്ങളും ഒക്കെ ഉണ്ട്, ഒക്കെ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ഹനുമാൻ സ്വാമി പറഞ്ഞത്, അതൊന്നും പാടില്ല, രാമകാര്യത്തിലാണ് പോണത്, അപ്പോൾ ആ യാത്ര ചെയ്യണതിനിടയിൽ ഭക്ഷണത്തിന് വേണ്ടി സമയം കളയാനൊന്നും പറ്റില്ല, അത് അനുചിതമാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, എന്തായാലും ഞാനിതൊക്കെ സ്വീകരിച്ചതായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടൊന്ന് തൊട്ട് തലോടി അങ്ങനെ പോയി. പിന്നെ കുറേ പോയപ്പോൾ ഛായാഗ്രഹണി എന്ന് പറഞ്ഞിട്ട് അവർ അത് വന്നിട്ട് ഹനുമാൻ്റെ നിഴൽ പിടിച്ച് നിർത്തിയിട്ട് ഗതി മുടക്കാൻ നോക്കിയപ്പോൾ താഴെ നോക്കിയപ്പോൾ കാണുകയാണ്, ആ നിഴൽ പിടിച്ച് നിർത്തിയേക്കണം കാണുമ്പോൾ അതിനെ ശക്തിയോട് കൂടിയിട്ട് ഹനുമാൻ കാലുകൊണ്ട് തൊഴിച്ചിട്ട് അതിനെയും വധിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അവിടെ സമുദ്രം ലംഘിച്ച് അവിടെ ആ ലങ്കയിലേക്ക് എത്തി എന്ന് പറയണു. ഇവിടെ ധാരാളം തടസ്സങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ആദ്യത്തെ തടസ്സം പരീക്ഷണങ്ങൾ പലതും ഉണ്ടാവും. നമ്മൾക്ക് എത്ര ദൃഢതയുണ്ട് എന്നറിയാൻ വേണ്ടി പല വിധത്തിലുള്ള ഈശ്വര മാർഗത്തിലേക്കാണ് പോണത്. എന്തിനാണ്? ആ ഭക്തി ഉണ്ടായാലേ ഈശ്വരനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മാർഗം ഈശ്വരകാര്യത്തിന് വേണ്ടിയിട്ട്, ഈശ്വരനെ ലഭിക്കാൻ വേണ്ടി ഈശ്വരൻ സീതയെ അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ എന്താ ഉണ്ടാവുക? ശ്രീരാമചന്ദ്രപ്രഭുവിന് സന്തോഷമാവും അല്ലേ. അപ്പോൾ ആ ശ്രീരാമചന്ദ്രപ്രഭു സന്തോഷിക്കുക, ഭക്തി കൊണ്ട് മാത്രമേ സന്തോഷിക്കുള്ളൂ എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ആ ഭക്തിയുടെ ഒരു പര്യായം തന്നെയാണ് സീതാദേവി. അപ്പോൾ സീതയെ കൊണ്ടുകൊടുക്കാൻ അങ്ങനെ പോണ സമയത്ത് ആദ്യം പല വിധത്തിലുള്ള വിഗ്രഹങ്ങളും വരികയാണ്. അതിൽ നിന്നൊക്കെ പരീക്ഷണങ്ങൾ വരികയാണ്. ആ പരീക്ഷണങ്ങൾ വിജയിച്ച് പോകുമ്പോൾ പിന്നെ എന്താണ്ടാവണേ, പിന്നെ പല ആൾക്കാരും അല്ലേ, നമ്മൾ പല വിധത്തിൽ പലരും പറയും അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് വരുമെന്നേ, ഇവിടെ കയറി ഇരുന്നിട്ട് പോവാം, ചായ കുടിച്ചിട്ട് പോവാം, അത് പറയും, അങ്ങനെ പറഞ്ഞ് പലരും നമ്മളെ ആ മാർഗത്തിലൂടെ പോകുമ്പോഴൊക്കെ തടസ്സപ്പെടുത്താൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഹിതമായിട്ടുള്ളത്, നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അതിന് തടസ്സം നിൽക്കണവരും ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും ഈശ്വര കാര്യത്തിനായിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നും തടസ്സമാവരുത്. നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും ഒന്നും തടസ്സമാവരുത് എന്നുള്ള പല വിധത്തിലുള്ള വിഘ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ സംസാര സാഗരമാണ് തരണം ചെയ്യണത്. ആ തരണം ചെയ്യണ സമയത്ത് നമുക്ക് ലക്ഷ്യം എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ? ആ ഭഗവാന്റെ പാദത്തിൽ പരമമായ പ്രേമഭക്തി ഉണ്ടായിട്ട് ആ പ്രേമഭക്തി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം എന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ പോകുമ്പോൾ അതിനുണ്ടാവുന്ന തടസ്സങ്ങളെയൊന്നും ഒക്കെ നീങ്ങാൻ എന്ത് ചെയ്യണം? നാമം ജപിക്കണം. അതാണ് രാമനാമം ജപിക്കുന്ന ഒരാൾക്ക് ഈ സംസാര സാഗരം കടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കേവലം ഈ സമുദ്രം കടക്കാൻ രാമനാമം എൻ്റെ ഹൃദയത്തിലുണ്ട്, രാമൻ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയണം. അപ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ ഓരോ തരത്തിൽ വരുന്ന എല്ലാത്തിനെയും തരണം ചെയ്തിട്ട്, അല്ലാണ്ട് ഭഗവാന്റെ അമ്പലത്തിലേക്ക് നിത്യം വന്ന് ഉപാസന ചെയ്യുമ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടായാൽ അതിനെ ലംഘിച്ചിട്ട് നമുക്ക് വരാൻ സാധിക്കണം. അത് നമ്മുടെ ഉള്ളിൽ ആ ദൃഢത ഉണ്ടെങ്കിൽ വരാൻ സാധിക്കും. ഇപ്പോൾ ദൃഢതയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വരാൻ സാധിക്കാത്തത്. നമുക്ക് തോന്നി പറ്റണില്ലല്ലോ, അങ്ങനെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നും. കാരണം ശരിയാണ്, നമ്മൾ മനസ്സുകൊണ്ട് ഒട്ടൽ വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് ഒട്ടൽ വിട്ടാൽ നമുക്ക് സാധിക്കും, ഉറപ്പായിട്ടും നമുക്ക് അതിനൊക്കെ സാധിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഇത്രയും സമയം ഈ അമ്പലത്തിൽ വന്ന് ഇത് രാമായണം വായിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ഇതാണ് അല്ലേ. ഇതിനു മുമ്പൊക്കെ നമ്മളൊക്കെ ആലോചിക്കാൻ പറ്റിയായിരുന്നു. ഇത്ര സമയമൊക്കെ അമ്പലത്തിൽ ഒന്ന് തൊഴുത് നിൽക്കാനും കൂടി നേരമില്ലാണ്ട് ഓടിപ്പോയവരാണ് നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് 1 മണിക്കൂറെങ്കിലും ഇവിടെ ഒന്ന് ഇരിക്കാൻ പറ്റുന്നത് എന്താ? നമ്മുടെ ഉള്ളിലുള്ള ആ ദൃഢത കൊണ്ടാണ്. ആ ദൃഢതയാണ് വേണ്ടത്. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് കൊണ്ടുവന്ന് ഇരുത്തിയതാരാ? ഈശ്വരൻ. ഇനി എപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടത് ഈശ്വരൻ തന്നെയാണ്. നമ്മൾ ധൃതി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വേഗം പോകണം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ എത്ര നേരം കഴിഞ്ഞിട്ടും ഞാൻ പോകണുള്ളൂ, ഇപ്പോൾ പോകണില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ ഒരു സമയം, ഇത്ര സമയം ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലിരുന്നിട്ട് ഈശ്വരോപാസന ചെയ്യുന്ന ഈശ്വരനൊരു നിശ്ചയം വെച്ചിട്ടുണ്ട്.
ആ നിശ്ചയത്തിൻ്റെ അപ്പുറത്തേക്കൊന്നുമല്ല നമുക്ക് കടക്കാൻ പറ്റില്ല. നമ്മളെന്നാലും ആ മനുഷ്യൻ്റെ ആ മായ പൂർണ്ണമായിട്ട് പോകാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പരിഭ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ അവിടെ ആ രാമൻ്റെ നാമം ജപിച്ചുകൊണ്ട് സീതാദേവിയുടെ പാദകമലങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഒരു കടുക് സമാനമായിട്ടുള്ള ആ ശരീരത്തോട് കൂടിയിട്ട് ആ ലങ്കയിൽ കടക്കാൻ നോക്കിയപ്പോൾ ലങ്കാലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, നീ ആരാണ്, കള്ളനാണോ, നീ എന്തിനാ വന്നു? ഇവിടെ മനുഷ്യന്മാർക്ക് ഒരു ജീവികൾക്കും കടക്കാൻ പറ്റില്ല, നീ ഇതൊരു അത്ഭുത ജീവി, കുഞ്ഞിതൊരു സാധനത്തെ എങ്ങനെ, ഒരു ഉറുമ്പ് പോലെയല്ലേ ഉള്ളൂ, എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് ഹനുമാനെ അടിച്ചു ഈ ലങ്കാലക്ഷ്മി. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു, തൻ്റെ ആ ശക്തി എടുത്തിട്ട് മുഷ്ടി ചുരുട്ടിയിട്ട് കൊടുത്തു. അവിടെ ചോര ഛർദ്ദിച്ചിട്ട് അവിടെ വീണു ലങ്കാലക്ഷ്മി. അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് പറഞ്ഞു, ആവോ എനിക്ക് നിൻ്റെ കയ്യൂക്ക് ബോധ്യമായി, ഇത് എനിക്ക് വച്ചിട്ടുള്ള വിധിയാണ്, ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. ത്രേതായുഗത്തിലെ എൻ്റെ പ്രാർത്ഥന അനുസരിച്ചിട്ട് മഹാവിഷ്ണു തന്നെ ദശരഥൻ്റെ പുത്രനായ രാമനായിട്ട് ജനിക്കും. ആ സമയത്ത് രാമകാര്യാർത്ഥമായിട്ട് ആ രാവണൻ സീതയെ കട്ടുകൊണ്ട് പോകുമ്പോൾ ആ സീതാന്വേഷണത്തിലായിട്ട് ഇങ്ങനെ ഒരു വാനരൻ വരും. ആ വാനരനോട് നിൻ്റെ അടുത്ത് വന്നിട്ട് വഴക്കിടുമ്പോൾ വാനരൻ്റെ അടിയേറ്റിട്ട് അടിയേൽക്കും. അപ്പോൾ നീ ആ അടി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ട് ആ വാനരന് പ്രവേശനാനുമതി നൽകണം എന്ന് പറഞ്ഞു. ആ അടി കിട്ടിക്കഴിഞ്ഞാൽ മടങ്ങി പോന്നോളാം, കിട്ടേണ്ടത് കിട്ടിയാൽ പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതാ അങ്ങേ കാത്തിരിക്കുകയായിരുന്നു ഇത്ര കാലം. ഈ ലങ്കാപുരി നീയെ ജയിച്ചു, ഇപ്പം തന്നെ ജയിച്ചു. കാരണം അവിടുന്ന് ലങ്കാദേവി ലക്ഷ്മി ഇറങ്ങിപ്പോവാണ്. ഇനിതാ ആ രാക്ഷസ രാജാവിന് മരണം നിശ്ചയമായി എന്നെല്ലാം പറഞ്ഞു. ഇനി അങ്ങേക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ, വേഗം ചെന്ന് ദേവിയെ കണ്ട് തിരിച്ചു പോയി ശ്രീരാമനോടൊപ്പം വന്ന് അധികം വൈകാണ്ട് തന്നെ ആ ശ്രീരാമൻ വന്ന് രാവണനെ വധിക്കും, എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ ലങ്കാദേവി നിന്നും മറഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സീതാ ദർശനം കൂടി ഇത്രയും നമ്മൾ വന്നിട്ട് ആ ഹനുമാൻ സ്വാമി സീതയൊന്ന് കാണാണ്ട് പോയ സങ്കടമല്ലേ. അപ്പോൾ സീതാ ദർശനം കൂടി പാരായണം ചെയ്തിട്ട് നമുക്കിവിടെ സമർപ്പിക്കാം. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേലുല്ലുങ്കിതാബ്ദോ പവനാത്മജന്മനി ജനക നരപതി വരമകൾക്കും ദശസ്യനും ജമ്മേ വിറച്ചിതു വാമഭാഗം തുലും ജനക നരപതി ദുഹിതവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖദുഃഖവും തതനുകുലപതി നടന്നിതു ലങ്കയിൽ താനതീ സൂക്ഷ്മശരീരനായി രാത്രിയിൽ ഉദിത രവികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേട മൊഴിയാതെ ദശവദന മണിനിലയമായിരിക്കും മമ ദേവി ഇരിപ്പേടമെന്നോർത്തു മാരുതി കനകമണി നികരവരചിതാപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോത്തീരിനാൻ. ഉടമയോടും അസുരപുരി കനുവളു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനൻ ഉപവനവും അമൃത സമസലിലയുധവാപിയും മുത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവബലപതികൾ ഭവനങ്ങളും സൗവർണജാസാലധ്വജാപതാകങ്ങളും ദശവദനാമണി ഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരം ദൃകൃതമായി വരും കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ കുസുമജയ സുരഭിയോട് ഭവന നദികൂടമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഭവനവും മരുതതരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും നികടമഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതരാജിഗുരവസനം പൂണ്ടു ദീനയായി മൈഥിലീതൻ കൃഷായാത്രയും ഭയാവിവശ അവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം നയനജലാമനവരതമൊഴുകിയൊഴുകിപ്പതി നാമത്തെ രാമരാമേതി ജപിക്കയും ശരികൾ നടുവിലഴലൊടുമരും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി
വിടബീവരശിരസി നിബിഡ അന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിനൻ ദിവസകരകുലപതിരകുത്തമൻ തന്നെ ദേവിയം സീതയെ കണ്ടു കപീവരൻ കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതിരകുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചതിന്നു ഞാൻ. ആഞ്ജനേയ സ്വാമിക്ക് ജയ്, ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ജാനകീ ജീവനസ്മരണം. ശ്രീഹരയേ നമഃ. നമ്മൾ ഇന്നത്തെ ആ ഭാഗങ്ങൾ ഇവിടെ പാരായണം ചെയ്ത് ഇവിടെ സമർപ്പിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. പ്രാർത്ഥിക്കാം, നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബാക്കി ഇതിൽ അകത്ത് കടന്നിട്ട് പല സ്ഥലത്തും അന്വേഷിച്ചു, ലങ്കാപുരിയിൽ അന്വേഷിച്ചു, വലിയ വലിയ മണിയറകളിലൊക്കെ ചെന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോഴാണ് ആ ലങ്കാദേവി പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ വേഗം അത് ഓർമ്മ വന്നപ്പോൾ പൂന്തോട്ടം അതൊക്കെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ രാവണന്മാരുടെ സഹോദരന്മാരുടെ അവരുടെയൊക്കെ കൊട്ടാരങ്ങൾ അതൊക്കെ കണ്ടു. അങ്ങനെ നടക്കുന്ന സമയത്ത് അച്ഛനായിട്ടുള്ള വായു ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് രഹസ്യമായിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് പൂന്തോട്ടങ്ങളും വൻമരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കണ ആ ശിംശിപാവൃക്ഷം അതിൻ്റെ താഴെ ഇരിക്കുന്ന ദേവിയും കണ്ടു. അപ്പോൾ വളരെയധികം മുഷിഞ്ഞ് പാറിപ്പറന്ന മുടികളോട് കൂടിയിട്ട് മലിന വസ്ത്രമൊക്കെ ധരിച്ച് ദുഃഖിച്ച് ഭൂമിയിൽ വീണ് ഇങ്ങനെ കിടന്ന് നിലത്തുരുണ്ട് ഇങ്ങനെ ഭർത്താവ് രാമരാമ 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 എന്ന് കരഞ്ഞുകൊണ്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണ ആ ദേവിയെ കണ്ട് പറഞ്ഞു, ഇന്ന് ലോകൈകനാഥനായിട്ടുള്ള ദേവിയുടെ ഉടൽ ഞാൻ കണ്ടു, ഞാൻ കൃതാർത്ഥനായി എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് ഹനുമാൻ സ്വാമി അവിടെ ഇരിക്കുന്നു. നമുക്കും ഭക്തിയുടെ അറ്റത്തെത്തി ഭക്തിയെ കണ്ട പോലെ നമ്മുടെ ഉള്ളിലേക്കും ആ പ്രേമം ഉണ്ടാവട്ടെ. നമ്മുടെ വഴികളിലുണ്ടായ എല്ലാ തടസ്സങ്ങളെയും നീക്കി എങ്ങനെയാണോ വായു ഭഗവാൻ ഹനുമാൻ സ്വാമിയെ കൂട്ടിക്കൊണ്ടു പോയത്, അതുപോലെ ഭഗവത് ഭക്തനായ ഹനുമാൻ സ്വാമിയുടെ കാരുണ്യം നമ്മളെ എല്ലാവരെയും ഭഗവാന്റെ പാതാരവിന്ദത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം. ജാനകീ ജീവനസ്മരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരയേ നമഃ. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വരമംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. കർപ്പൂരം കത്തിച്ചിട്ട് നമുക്കതാ വേണ്ടതുപോലെ ഇന്നത്തെ ആ പ്രാർത്ഥന സമർപ്പിക്കാം. ആരെ കർപ്പൂരം കത്തിച്ചോളൂ, ആരായാലും കത്തിച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഒരാളങ്ങടെ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ ശ്രീഹരയേ നമഃ. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേ കൃഷ്ണപ്രിയേ. പ്രസാദിക്കുക ഭൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴുങ്കാൽ താരരും ചുവേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മീ സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈലാസരൂപിണി. നമിക്കുന്നേ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. അവക്കടലിൽ നിന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു. ഗർഭാപീഠം നടവകർണയോ കർണികാരം വിദ്വാസകടകവശം വൈജയന്തീം ജമാല. ചന്ദ്രാമേണോരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപരമണം പ്രാവിശത്തി ഹരികീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു. പീതാംബരം കരവിരാജിതശങ്കരകർണോപരീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം പ്രതിഭാവയാമി. ആരോടുമുള്ളിൽ പകയേശിടാതെ ആരോടുമുള്ളിൽ പകയേശിടാതെ. നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ. തീരേണമേ കൃഷ്ണമദീയ ജന്മം തീരേണമേ കൃഷ്ണമദീയ ജന്മം. എല്ലാവരും നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച്